താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? pH എന്നത് ഹൈഡ്രോണിയം അയോൺ ഗാഢതയുടെ നെഗറ്റീവ് ലോഗരിതമാണ്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. എന്റെ പേര് ലെനീന. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 എന്ന് വെച്ചാൽ ഈ വർഷം ഫെബ്രുവരി ആയുള്ളൂ അല്ലെ. അപ്പൊ ഈ ഒരു 2 മാസങ്ങളിൽ നടന്ന PSC എക്സാംസിൽ ചോദിച്ചിട്ടുള്ള കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ 2 മാസം എന്ന് പറയുമ്പോൾ ജനുവരി ഫെബ്രുവരിയിലായിട്ട് ആകെ 2 എക്സാം ആണ് നടന്നത്. വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമും അതേപോലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമും. ഈ 2 എക്സാം ആണ് നടന്നത്. അപ്പൊ ഈ 2 എക്സാമിനും ചോദിച്ചിട്ടുള്ള കെമിസ്ട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതുപോലുള്ള എക്സാം ഇപ്പൊ സയൻസ് വിഷയങ്ങളായാൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോ പാറ്റേൺ മാറി, പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നു. അപ്പൊ എക്സാം പാറ്റേൺ ചെറുതായിട്ട് മാറ്റം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എക്സാം പാറ്റേണിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളതെന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞിരുന്നാൽ അടുത്ത എക്സാമിന് നമുക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫസ്റ്റ് കെമിസ്ട്രിയിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ്? നമുക്കറിയാം അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആണെങ്കിലും വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ആണെങ്കിലും രണ്ടും +2 ലെവൽ എക്സാംസ് ആണ്. അപ്പൊ +2 ലെവൽ ബേസ്ഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. യഥാർത്ഥ വാതകം ഇംഗ്ലീഷ് ഐഡിയൽ സൊല്യൂഷൻസ് ആണ്. ഐഡിയൽ സൊല്യൂഷൻസ്. അപ്പൊ താഴ്ന്ന മർദ്ദം താഴ്ന്ന താപനില, താഴ്ന്ന മർദ്ദം ഉയർന്ന താപനില, ഉയർന്ന മർദ്ദം ഉയർന്ന താപനില, ഉയർന്ന മർദ്ദം താഴ്ന്ന താപനില. അപ്പൊ യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. താഴ്ന്ന മർദ്ദം ഉയർന്ന താപനിലയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്താണ് യഥാർത്ഥ വാതകങ്ങൾ എന്ന് നോക്കണം. യഥാർത്ഥ വാതകങ്ങൾ എന്ന് പറയുമ്പോൾ ഐഡിയൽ സൊല്യൂഷൻസ്, ഐഡിയൽ ഗ്യാസസ്, സൊല്യൂഷൻസ് അല്ല ഐഡിയൽ ഗ്യാസസ് വാതകങ്ങളാണ്. അപ്പൊ ഐഡിയൽ ഗ്യാസസ് എന്ന് വെച്ചാൽ എല്ലാ താപനിലയിലും മർദ്ദത്തിലും ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം എന്നിവ കൃത്യമായി പാലിക്കുന്ന വാതകങ്ങളാണിത്. അപ്പൊ താപനില ഏതൊരു താപനിലയിലും മർദ്ദത്തിലും, അതേപോലെ താപനില ഏതും ആയിക്കോട്ടെ മർദ്ദം ഏതും ആയിക്കോട്ടെ, ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം, ഈ 3 നിയമവും കൃത്യമായി പാലിക്കണം. കൃത്യമായി പാലിച്ചിരിക്കണം. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം, ഇവ 3ഉം കൃത്യമായി പാലിച്ചിരിക്കുന്നതായി ആണ് ഐഡിയൽ ഗ്യാസസ് അല്ലെങ്കിൽ ആദർശവാതകങ്ങൾ എന്ന് പറയുന്നത്. ആദർശവാതകങ്ങൾ. അപ്പൊ ആദർശവാതകങ്ങളുടെ ചില പ്രത്യേകതകൾ നോക്കാം. ആദർശവാതകത്തിലെ തന്മാത്രകൾക്കിടയിൽ പരസ്പര ആകർഷണമോ വികർഷണമോ ഉണ്ടാകില്ല. ആദർശവാതകങ്ങളാണെങ്കിൽ അവിടെ പരസ്പരം ആകർഷിക്കില്ല, വികർഷണവും ഉണ്ടാവില്ല. ഇനി വാതകം വ്യാപിച്ചു നിൽക്കുന്ന മൊത്തം വ്യാപ്തത്തെ അപേക്ഷിച്ച് അതിലെ തന്മാത്രകളുടെ വലിപ്പം നിസ്സാരമാണ്. അപ്പൊ മൊത്തം വ്യാപ്തം, വാതകം നിൽക്കുന്ന മൊത്തം വ്യാപ്തം എടുത്താൽ അതിലെ തന്മാത്രന്റെ വലിപ്പം വളരെ ചെറുതായിരിക്കും. അതിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും, ഒഴിവാക്കി കളയാൻ പറ്റും. ആ ഒരു വലിപ്പം മൊത്തം വ്യാപ്തത്തെ അപേക്ഷിച്ച് തന്മാത്രന്റെ വലിപ്പം അത്രയും ചെറുതാണ്. ഇനി തന്മാത്രകൾ തമ്മിലോ പാത്രത്തിന്റെ ഭിത്തിയുമായോ കൂട്ടിമുട്ടുമ്പോൾ ഊർജ നഷ്ടം സംഭവിക്കില്ല. ഇലാസ്റ്റിക് കൊളീഷൻ ആണ്, ഊർജ നഷ്ടവും സംഭവിക്കുന്നില്ല. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഐഡിയൽ ഗ്യാസസ് അല്ലെങ്കിൽ ആദർശവാതകങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഓർത്തു വെക്കുക. തന്മാത്രകൾക്കിടയിൽ പരസ്പര ആകർഷണം ഉണ്ടാവുന്നില്ല. ആകർഷണം ഇല്ലാതിരിക്കണമെങ്കിൽ അത് വളരെ അകന്ന് സ്ഥിതി ചെയ്യണം അല്ലെ. അകന്ന് സ്ഥിതി ചെയ്യണമെങ്കിൽ അതിന്റെ ഊർജം വളരെ കൂടുതലായിരിക്കണം. അകന്ന് സ്ഥിതി ചെയ്യണമെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കണം. അതേപോലെ മർദ്ദം വളരെ കുറവായിരിക്കണം. മർദ്ദം കൂടുന്ന സമയത്ത്, പ്രഷർ കൂടുന്ന സമയത്താണ് തന്മാത്രകൾ അടുത്ത് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്താണ് തന്മാത്രകളുടെ ഈ ചലന സ്വാതന്ത്ര്യം കൂടുന്നത്. അപ്പൊ തന്മാത്രകൾ ചലിക്കുന്നത് വേഗത്തിലാവണമെങ്കിൽ നമ്മൾ ചൂടാക്കി കൊടുത്താൽ മതി. വെള്ളം നീരാവിയായി പോകുമ്പോൾ ചലനവേഗം കൂടുകയാണല്ലോ ചെയ്യുന്നത്. അതേപോലെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അതുകൊണ്ടാണ് യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് എപ്പോഴാണ്? അവ താഴ്ന്ന മർദ്ദത്തിൽ, മർദ്ദം കുറയുമ്പോൾ അത് വളരെ അകന്ന് സ്ഥിതി ചെയ്യും. അതേപോലെ ഉയർന്ന താപനിലയിൽ, താപനില കൂടുമ്പോഴും അകന്ന് സ്ഥിതി ചെയ്യാണ് ചെയ്യുക. അപ്പൊ പരസ്പരം ആകർഷണം ഇല്ലാത്തതാണ് ആദർശ ലായനികൾ എന്നും ഓർത്തു വെക്കുക. ആദർശ സ്വഭാവം എന്ന് വെച്ചാൽ പരസ്പരം ആകർഷിക്കാത്തതാണ്. പരസ്പരം ആകർഷണം ഇല്ലാതാവണമെങ്കിൽ നമുക്ക് താഴ്ന്ന മർദ്ദം കൊടുക്കണം, അതേപോലെ ഉയർന്ന താപനിലയും ആയിരിക്കണം. ഓപ്ഷൻ ബി അങ്ങനെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ് യഥാർത്ഥ വാതകങ്ങൾ? റിയൽ ഗ്യാസസ് എന്ന് പറയുമ്പോൾ പ്രകൃതിയിലുള്ള വാതകങ്ങൾ, ഉദാഹരണത്തിന് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഇവയൊക്കെ നമുക്ക് യഥാർത്ഥ വാതകങ്ങളായിട്ട് പറയാം. ആദർശ വാതകങ്ങൾ
അല്ല. ഇവയൊന്നും ആദർശവാതകങ്ങളല്ല. അപ്പൊ ഇത് ആദർശവാതകം കാണിക്കുന്നത് എപ്പോഴാണ്? താഴ്ന്ന മർദ്ദത്തിലും ഉയർന്ന താപനിലയിലുമാണ് പ്രകൃതിയിലുള്ള വാതകങ്ങൾക്ക് ആദർശ സ്വഭാവം കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആദർശ വാതക സമവാക്യമുണ്ട്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദർശവാതകങ്ങളുടെ മെയിൻ ഇക്വേഷൻ ആണ് PV = nRT. P എന്ന് പറയുന്നത് പ്രഷർ ആണ്, മർദ്ദം. V വോളിയം ആണ്, വ്യാപ്തം. N നമ്പർ ഓഫ് മോൾസ് ആണ്, മോൾ അളവാണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ആണ് N. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് R. T ടെമ്പറേച്ചർ, താപനിലയാണ്. അപ്പൊ ആദർശവാതക സമവാക്യം അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? PV = nRT. PV = nRT ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിന്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയായിരിക്കും? അപ്പൊ pH മൂല്യം തന്നിട്ടുണ്ട്, 3 ആണെന്ന് തന്നിട്ടുണ്ട്. അതിന്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താണ് pH എന്നും pHന്റെ ഇക്വേഷൻ എന്താണെന്നും pH കണ്ടുപിടിക്കാനുള്ള, ഓരോ ലായനിക്കും pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് pH എന്നത് ഹൈഡ്രോണിയം അയോൺ ഗാഢതയുടെ നെഗറ്റീവ് ലോഗരിതമാണ്. ഹൈഡ്രോണിയം അയോൺ എന്ന് വെച്ചാൽ H3O+ ആണ്. H3O+. ഈ H3O+ കിട്ടുന്നത് വെള്ളത്തിലേക്ക് H2ന്റെ കൂടെ ഒരു H+ മോളിക്യൂൾ, ആസിഡിലുള്ള H+ ഹൈഡ്രജൻ അയോൺസ് ആണ്. അത് ആസിഡ്സിലാണല്ലേ കാണുന്നത്. അപ്പൊ ഈ ഹൈഡ്രജൻ അയോൺസ് വെള്ളത്തിലേക്ക് വരുമ്പോഴാണ് H3O+ നമുക്ക് കിട്ടുന്നത്. ആസിഡ് വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ H3O+ അയോൺസ്, ഹൈഡ്രോണിയം അയോൺസ് കിട്ടും. ഈ ഹൈഡ്രോണിയം അയോൺസ് ഹൈഡ്രോണിയം അയോണിന്റെ ഗാഢതയുടെ നെഗറ്റീവ് ലോഗരിതമാണെന്ത്? pH എന്ന് പറയുന്നത്. അപ്പൊ pH = നെഗറ്റീവ് ലോഗ് H3O+ എന്ന് പറയാം. ഹൈഡ്രജൻ അയോണിന്റെ ഗാഢതയാണ്, കോൺസെൻട്രേഷനെയാണ് ഈ ഒരു ബ്രാക്കറ്റിൽ ഇട്ട് സൂചിപ്പിക്കുന്നത്. എന്താണ്? കോൺസെൻട്രേഷൻ ആണ്, ഗാഢത. അപ്പൊ നെഗറ്റീവ് ലോഗ് H3O+ ആണ് pHന്റെ വാല്യൂ. ഇക്വേഷൻ നെഗറ്റീവ് ലോഗ് H3O+ ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് H3O+ന്റെ ഗാഢത കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഹൈഡ്രോണിയം അയോൺ ഗാഢത കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? H3O+ ഗാഢത എന്ന് എഴുതിയിട്ട് ഈക്വൽ ടു, ഇപ്പൊ 10⁻⁻, നെഗറ്റീവ് ലോഗിന് എന്ത് പറയാം? 10⁻⁻pH ആക്കി എഴുതാം. അപ്പൊ H3O+ കോൺസെൻട്രേഷൻ ഗാഢത ഈക്വൽ ടു 10⁻⁻pH എന്ന് എഴുതാം. അപ്പൊ ഈ മൈനസ് ലോഗിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ 10⁻⁻pH എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിന്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയായിരിക്കും എന്നാണ്. അപ്പൊ ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ ഹൈഡ്രോണിയം അയോൺ ഗാഢത കണ്ടുപിടിക്കാൻ പറ്റും. H3O+ ഗാഢത ഈക്വൽ ടു 10⁻⁻pH. അപ്പൊ pH മൂല്യം 3 ആണെങ്കിൽ ഹൈഡ്രോണിയം അയോൺ ഗാഢത എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10⁻³ ആയിരിക്കും. 10⁻³ മോളാർ ആയിരിക്കും. അപ്പൊ നോക്കിയേ, ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 × 10⁻³ മോളാർ. 1 ഇൻറ്റു കൊടുത്താൽ 1 തന്നെയാണ്. അപ്പൊ 10⁻³ തന്നെയാണ് ഇതിന്റെ ആൻസർ. 1 × 10⁻³ 10⁻³ തന്നെയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതുപോലെ pH വാല്യൂ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഈ ഇക്വേഷൻ വെച്ചിട്ട് വേണം ഇതുപോലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങൾ ആയത് ഏതൊക്കെ എന്നാണ് ക്വസ്റ്റ്യൻ. സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. Na+K+ എടുക്കുമ്പോൾ സോഡിയത്തിന്റെ കേസിൽ അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പൊ ഇലക്ട്രോൺസിന്റെ എണ്ണം 11 ആണല്ലോ, 11 ആണ് ഇലക്ട്രോൺസിന്റെ എണ്ണവും. അപ്പൊ Na+ എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോണിനെ 281 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ഇതിൽ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താലാണ് അവിടെ പോസിറ്റീവ് ചാർജ് വരുന്നത്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജ് വരും. അപ്പൊ Na+ലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ്? 10 ആണ്. 2ഉം 8ഉം 10. അതേപോലെ K+ ആണെങ്കിൽ പൊട്ടാസ്യത്തിന്റെ 10 ആണ്, ഇലക്ട്രോണിക് 19 ആണ്. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19 ആണ്. അപ്പൊ പൊട്ടാസ്യത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ പോയാലാണ് K+ ആയിട്ട് മാറുക. അപ്പൊ K+ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസിന്റെ എണ്ണം 17 ആണ് വരുന്നത്. 17. അപ്പൊ ഫസ്റ്റ് വൺ ഇലക്ട്രോണിക് സമ ഇലക്ട്രോണിക സ്പീഷീസ് അല്ല, സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങളല്ല. ഫസ്റ്റ് വൺ അല്ല, കാരണം Na+ൽ 10ഉം K+ൽ 18ഉമാണ്. 19 ആവുമ്പോൾ 18ഉമാണ് ഇലക്ട്രോൺസിന്റെ എണ്ണം വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് Na+ഉം F-ഉം. Na+ എന്ന് പറയുമ്പോൾ Na+ൽ 10 ആണെന്ന് അറിയാം. ഇനി F-ലോ ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണ്.
അപ്പൊ എഫ് മൈനസ് എന്ന് പറയുമ്പോൾ 9ന്റെ കൂടെ ഒന്നും കൂടെ വന്നാൽ, ഒരു ഇലക്ട്രോണും കൂടെ വന്നാലാണ് അവിടെ 10 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. അപ്പൊ എഫ് മൈനസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ വന്നു എന്നുള്ളതാണ്. അപ്പൊ 9ന്റെ കൂടെ ഒരു ഇലക്ട്രോണും കൂടെ വന്നാൽ 10 ആയിട്ട് മാറും. അപ്പൊ ഫ്ലൂറിൻ 10 ആണ്. അപ്പൊ സെക്കൻഡ് തന്നിരിക്കുന്നത് Na പ്ലസും എഫ് മൈനസും സമ ഇലക്ട്രോണിക വർഗങ്ങളാണ്. ഓക്കെ, ഇനി O2 മൈനസും Mg2 പ്ലസും നോക്കാം. O2 മൈനസ് Mg2 പ്ലസ്, അതിന്റെ കേസിൽ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. അപ്പൊ O2 മൈനസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ 8ന്റെ കൂടെ 2 എണ്ണം കൂടെ കൂട്ടിയാൽ 10 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ 10 ഇലക്ട്രോൺ ആണ് O2 മൈനസ്. Mg2 പ്ലസ് ആണെങ്കിലോ മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 12 ആണ്. അപ്പൊ 2 പ്ലസ് 12ൽ നിന്നും 2 കുറച്ചാലാണ് 2 പ്ലസ് ആയിട്ട് മാറുക അല്ലെ. 2 ഇലക്ട്രോൺസ് പോയാൽ അത് 2 പോസിറ്റീവ് ചാർജ് വരും അവിടെ. അപ്പൊ 2 ഇലക്ട്രോൺസ് പോകുമ്പോൾ ഇതിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം 10 ആയിട്ട് മാറും. അപ്പൊ O2 മൈനസിലും Mg2 പ്ലസിലും 10 വീതം ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ ഇതും സമ ഇലക്ട്രോണിക സ്പീഷീസ് ആണ്. ഇനി കാൽഷ്യം 2 പ്ലസും അലൂമിനിയം 3 പ്ലസും, കാൽഷ്യത്തിൽ നിന്ന് 2 ഇലക്ട്രോൺസ് പോയാൽ, കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20 ആണ്. 20ൽ നിന്നും 2 ഇലക്ട്രോൺ പോയാൽ എത്രയാണ്? 18. ഇനി അലൂമിനിയത്തിൽ നിന്നും 3 ഇലക്ട്രോൺ പോയാലാണ് Al3 പ്ലസ് ആയിട്ട് മാറുന്നത്. അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13 ആണ്. 13ൽ നിന്നും 3 പോയാൽ 10 ആണ്. അപ്പൊ 18, 10 ഇവ സമ ഇലക്ട്രോണിക സ്പീഷീസ് അല്ല, ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺ അല്ല. ഇപ്പൊ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള സ്പീഷീസിനെയാണ് സമ ഇലക്ട്രോണിക സ്പീഷീസ് അല്ലെങ്കിൽ സമ ഇലക്ട്രോണിക വർഗങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3 എന്നിവയാണ് സമ ഇലക്ട്രോണിക സ്പീഷീസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതും പീരിയോഡിക് ടേബിൾ ഒക്കെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ഏത്? ഹൈഡ്രജൻ ആറ്റത്തിന് 3 ഐസോടോപ്പ് ആണ് ഉള്ളതെന്ന് അറിയാം. ഏതൊക്കെയാ? H11, H12, H13. ഇപ്പൊ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഐസോടോപ്പുകൾക്ക് മാത്രമാണ് പേരുകൾ കൊടുത്ത് ഐസോടോപ്പുകളെ സൂചിപ്പിക്കുന്നത്. ഹൈഡ്രജന്റെ കേസിൽ മാത്രമാണ്. ഫസ്റ്റ് ഐസോടോപ്പ് H11നെ നമ്മൾ പ്രോട്ടിയം എന്ന് വിളിക്കും. H12 ഡ്യൂട്ടീരിയം ആണ്. H13 ട്രിഷ്യം ആണ്. അപ്പൊ ഇതിൽ ഭൂമിയിൽ ഏറ്റവും കുറവ് കാണുന്ന ഐസോടോപ്പ് ട്രിഷ്യം ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, ട്രിഷ്യം. ഇതാണ് ഭൂമിയിൽ H13 ആണ് ഭൂമിയിൽ ഏറ്റവും കുറവ് കാണുന്ന ഐസോടോപ്പ്. അപ്പൊ H11 പ്രോട്ടിയം ആണ്, ഏറ്റവും കൂടുതൽ കാണുന്നത് H11 ആയ പ്രോട്ടിയം ആണ്. H12 ഡ്യൂട്ടീരിയം ആണ്, അതിലും കുറവ് കാണുന്നത് H12. ഈ H1 പ്രോട്ടിയത്തെക്കാളും കുറവ് കാണുന്ന H12 ഡ്യൂട്ടീരിയം ആണ്. അപ്പൊ ഡ്യൂട്ടീരിയത്തിന് നമുക്ക് ഡി എന്ന് ഡിനോട്ട് ചെയ്യാം. ഡി ഘനജലം, ഡ്യൂട്ടീരിയം. സാധാരണ ഹൈഡ്രജനെ എടുക്കുന്ന നമ്മൾ ഓക്സിജൻ, വെള്ളം ഉണ്ടാവുന്ന സമയത്ത് OH2 ആണ് അല്ലെ. H2O ആണ് വെള്ളത്തിന്റെ മോളിക്കുലർ ഫോർമുല. H2O ആണ്. 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ്. അപ്പൊ ഇങ്ങനെ വെള്ളം ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ ഹൈഡ്രജന്റെ H11 പ്രോട്ടിയം വെച്ചിട്ടാണ് ഹൈഡ്രജൻ നോർമലി എടുക്കുന്നത് വെള്ളം. പക്ഷെങ്കിൽ ഈ ഡ്യൂട്ടീരിയം കൊണ്ട് ഘനജലം എന്ന് പറയുന്നത്, ഘനജലം എന്താണ്? ഡ്യൂട്ടീരിയം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വെള്ളത്തെയാണ് ഘനജലം എന്ന് പറയാം. അപ്പൊ ODD എന്ന് കൊടുക്കാം. ഡി എന്ന് പറഞ്ഞാൽ H12നെയാണ് ഡി എന്ന് പറയുന്നത്. മാസ് നമ്പർ 2 ആയിട്ടുള്ളതാണ് H12. അപ്പൊ ഘനജലം എന്താണ്? ഡ്യൂട്ടീരിയം കൊണ്ടുണ്ടാവുന്ന വെള്ളമാണ് ഘനജലം. പ്രോട്ടിയം കൊണ്ടുണ്ടാവുന്ന വെള്ളമാണ് സാധാരണ നമ്മൾ വെള്ളം, വാട്ടർ ആയിട്ട് പറയുന്നത്. ഘനജലം എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയം കൊണ്ടുണ്ടാവുന്ന, ഡ്യൂട്ടീരിയം ഹൈഡ്രജൻ യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന വെള്ളമാണ് ഘനജലം. അപ്പോ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവ് ട്രിഷ്യമാണ്, കൂടുതൽ അളവ് പ്രോട്ടിയമാണ്. ഐസോടോപ്പുകളെ കുറിച്ച് എപ്പോഴും പഠിച്ചു വെക്കണം, കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഐസോടോപ്പുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? സെയിം അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ ഒരേ മൂലകങ്ങളാണ് അല്ലെ. ഒരേ മൂലകങ്ങളാണെങ്കിൽ സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും. ഈ ഹൈഡ്രജൻ 3 എണ്ണത്തിനും സെയിം അറ്റോമിക് നമ്പർ ആണ്. ഡിഫറെന്റ് മാസ് നമ്പർ, മാസ് നമ്പർ നമ്മൾ സൂചിപ്പിക്കുക മേലെയാണ്, അറ്റോമിക് നമ്പർ താഴെയും സൂചിപ്പിക്കും. അപ്പോ സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും ഉള്ളതിനെയാണ് ഐസോടോപ്പുകൾ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ ഇത് വാതക നിയമത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ബോയിൽസ് നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോസ് നിയമം, ഈ നിയമങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ ഇതിൽ ആൻസർ ബോയിൽ നിയമമാണ്. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത വാതകത്തിന്റെ മർദ്ദം P ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, വിപരീത അനുപാതത്തിലായിരിക്കും. എന്തിന്? വോളിയത്തിന്, വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഇതാണ് ബോയിൽസ് ലോ പറയുന്നത്. അതേപോലെ ചാൾസ് ലോയും പഠിച്ചിരിക്കണം.
ചാൾസ് ലോ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുമെന്നാണ്. ടെമ്പറേച്ചർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. താപനില കൂടുമ്പോൾ അത് നേരനുപാതത്തിലായിരിക്കും വ്യാപ്തത്തിന് നേരനുപാതത്തിലാണ് താപനില. അതാണ് ചാൾസ് ലോ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിന്റെ ലവണ ലായനിയുടെ pH മൂല്യമാണ് 7-നേക്കാൾ കുറവ്? ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ ചുവടെ ലവണങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ ലവണം എന്ന് പറയുമ്പോൾ ഇപ്പൊ NaCl നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. NaCl കറിയുപ്പാണ് അല്ലെ. NaCl നമ്മൾ വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന ഉപ്പാണ്, കറിയുപ്പ്. അപ്പൊ ഈ ഉപ്പ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു ലവണം ഉണ്ടായിരിക്കുന്നത് ആസിഡും ബേസും കൂടെ ചേർന്നിട്ടാണ്. അപ്പൊ ആസിഡും ബേസും കൂടെ ചേർന്നിട്ട് ലവണവും വെള്ളവും ഉണ്ടാവും. ലവണം പ്ലസ് ജലം. ഓക്കെ, ആസിഡും ബേസും ചേർന്ന് ലവണവും ജലവും മാറുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് നിർവീരീകരണ പ്രവർത്തനം. നിർവീരീകരണ രാസപ്രവർത്തനം എന്ന് പറയാം. നിർവീരീകരണ പ്രവർത്തനം എന്ന് വെച്ചാൽ ആസിഡിന്റെ പ്രോപ്പർട്ടീസും ബേസിന്റെ പ്രോപ്പർട്ടീസും മാറി വെള്ളത്തിന്റെ ലവണമായിട്ട് മാറുന്നത്. അപ്പൊ ആ ഒരു ആസിഡും അല്ല ബേസും അല്ലാതായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിർവീരീകരണ പ്രവർത്തനം, നിർവീരീകരിക്കുക, അതാണ് നിർവീരീകരണ പ്രവർത്തനം. ഇനി ഇവിടെ ലവണം ഉണ്ടാവുന്നത് അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആസിഡ് HCl ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡും ബേസ് NaOH സോഡിയം ഹൈഡ്രോക്സൈഡും എടുക്കാം. അങ്ങനെ എടുത്തുണ്ടാവുന്ന ലവണം എന്ന് പറയുന്നത് ആസിഡിന്റെ പോസിറ്റീവ് സൈഡിൽ നിന്നും ബേസിന്റെ നെഗറ്റീവ് H+ഉം Cl- ആയിട്ട് നമുക്ക് എഴുതാം. ആസിഡിനെ HClനെ, സോഡിയം ഹൈഡ്രോക്സൈഡിനെ Na+ഉം OH- ആയിട്ടും എഴുതാം. ഇനി ആസിഡിന്റെ നെഗറ്റീവ് സൈഡ് ക്ലോറിൻ ആണ് അല്ലെ. പോസിറ്റീവ് സൈഡ് ഏതാണ്? ബേസിന്റെ പോസിറ്റീവ് സൈഡ് സോഡിയം ആണ്. അപ്പൊ ആസിഡിന്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് അയോണിനെ വിളിക്കുന്ന പേരെന്താ? ആനയോൺ ആണ്. പോസിറ്റീവ് അയോൺ ആണ് കാറ്റയോൺ. അപ്പൊ ആസിഡിന്റെ നെഗറ്റീവ് അയോൺ ആയ ക്ലോറിനും ബേസിന്റെ പോസിറ്റീവ് അയോൺ ആയ സോഡിയവും NaCl ആയിട്ട് മാറുക. Na+Cl- ഇങ്ങനെ വരും. അപ്പൊ NaCl ആയിട്ട് മാറുന്നത് ആസിഡിന്റെ നെഗറ്റീവ് അയോണും ബേസിൽ നിന്നുള്ള പോസിറ്റീവ് അയോണും ആയിട്ടാണ് ഇവിടെ സോൾട്ട് ഫോം ചെയ്യുന്നത്. ബാക്കി ഹൈഡ്രജനും OH ഗ്രൂപ്പും കൂടെ ചേർന്നിട്ട് H2 ആയിട്ട് മാറും, വെള്ളം ഫോം ചെയ്യും. ഇതാണ് ഒരു ലവണം ഉണ്ടാവുന്ന പ്രോസസ്. അപ്പൊ ഇവിടെ NaOHഉം HClഉം രണ്ടും സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസസും ആണ്. രണ്ടും സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസസും ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും കൂടിയാൽ കിട്ടുന്നത് സ്ട്രോങ് ആസിഡ് പ്ലസ് സ്ട്രോങ് ബേസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ന്യൂട്രൽ pH ആയിരിക്കും. ന്യൂട്രൽ ലായനിയായിരിക്കും. ന്യൂട്രൽ ലവണമാണ് നമുക്ക് കിട്ടുക. ന്യൂട്രൽ സോൾട്ട് ആണ് കിട്ടുന്നത്. NaCl ന്യൂട്രൽ ആണ്. NaCl നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചാലും അത് pH വാല്യൂ മാറ്റം വരുന്നില്ല. എന്ന് വെച്ചാൽ 7 ആണ് pH കാണിക്കുന്നത്. ആസിഡും അല്ല ബേസും അല്ല, ന്യൂട്രൽ ആയിട്ടാണ് കാണുക. സോഡിയം ക്ലോറൈഡ്, ഉപ്പ് വെള്ളം എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടാണ് കാണുക. 7 ആണ് pH വരിക. ഇനി അപ്പൊ നമുക്ക് ഇതുപോലെ നമുക്കറിയാം ലവണങ്ങൾ ഉണ്ടാവുന്നത് ആസിഡിൽ നിന്നും ബേസിൽ നിന്നും ആണെന്ന് അറിയാം. ഇനി സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ഉള്ള കേസ് പറഞ്ഞാൽ ന്യൂട്രൽ സോൾട്ട് ആണ് കിട്ടുക, ന്യൂട്രൽ ലവണമാണ് കിട്ടുക. ഇനി വീക്ക് ആസിഡും വീക്ക് ബേസും ആണെങ്കിലോ, വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണെന്ന് വെക്കുക. വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ സ്ട്രോങ് ആണ് ബേസ്. ഏതാണോ സ്ട്രോങ് ആയിട്ടുള്ളത് അതിന്റെ ലവണമാണ് ഫോം ചെയ്യുക. അപ്പൊ ഇവിടെ സ്ട്രോങ് ബേസ് ആണെങ്കിൽ ബേസിക് സോൾട്ട് ആണ് ഫോം ചെയ്യുന്നത്. ലവണം ബേസിക് നേച്ചർ ആയിരിക്കും, ബേസിക് സോൾട്ട് ആണ് ഫോം ചെയ്യുക. ഇനി അതേപോലെ സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആണെങ്കിലോ, സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആണെങ്കിൽ ഫോം ചെയ്യുന്നത് ആസിഡിക് സോൾട്ട് ആയിരിക്കും. സോൾട്ട് ആസിഡിക് ആയിരിക്കും, ആസിഡിക് സോൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് കണ്ടിട്ട് ഇവിടെയുള്ള ലവണങ്ങൾ നോക്കാം. CH3COONA. അപ്പൊ ഇവിടെ സോഡിയം അസറ്റേറ്റ് ഉണ്ടായിരിക്കുന്നത് അസറ്റിക് ആസിഡ് CH3COOHഉം NaOHഉം കൂടി ചേർന്നിട്ടാണ്. NaOH സ്ട്രോങ് ബേസ് ആണ്. NaOH എന്താണ്? സ്ട്രോങ് ബേസ് ആണ്. ഈ ഒരു CH3COH എന്ന് പറയുന്നത് വീക്ക് ആസിഡ് ആണ്. അപ്പൊ വീക്ക് ആയിട്ടുള്ള ആസിഡും സ്ട്രോങ് ആയിട്ടുള്ള ബേസും കൂടി ചേർന്നാൽ ഉണ്ടാവുന്ന ലവണത്തിന് എന്ത് സ്വഭാവമായിരിക്കും? ഇവിടെ ഉണ്ടായിരിക്കുന്ന ലവണം ബേസിക് സ്വഭാവമാണ്, ബേസിക് ആണ്. അപ്പൊ pH മൂല്യം ബേസിക് ആണെങ്കിൽ 7-നേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ pH മൂല്യം 7-നേക്കാൾ കുറവ് ഏതിനെന്നാണ് ക്വസ്റ്റ്യൻ.
അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന CH3COH ഓപ്ഷൻ എ ബേസിക് ആണ്, pH മൂല്യം 7-നേക്കാൾ കൂടുതലാണ്. അപ്പൊ ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ബി നോക്കാം. NH4Cl. NH4Cl എന്ന ലവണം ഉണ്ടായിരിക്കുന്നത് ആസിഡ് HCl ആണ്. Cl ഉള്ളത് കൊണ്ട് HCl ആണ് ആസിഡ്. അത് സ്ട്രോങ് ആസിഡ് ആണല്ലോ. ഇനി NH4OH. NH4OH എന്ന ബേസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വീക്ക് ബേസ് ആണ്. ഇത് വീക്ക് ആണ് ബേസ്. അപ്പൊ വീക്ക് ബേസും സ്ട്രോങ് ആസിഡും കൂടി ചേർന്നാൽ ഉണ്ടാവുന്ന സ്ട്രോങ് ആസിഡ് ആണ്. ആസിഡ് ആണ് സ്ട്രോങ്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു ലവണം എന്തായിരിക്കും? അസിഡിക് സ്വഭാവമായിരിക്കും. NH4Cl അസിഡിക് സ്വഭാവമായിരിക്കും. അസിഡിക് സ്വഭാവം ആയതുകൊണ്ട് തന്നെ pH മൂല്യം 7-ൽ താഴെയായിരിക്കും. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 7-ൽ താഴെയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി CH3CONH4 എന്ന് പറയുന്നത് രണ്ടും വീക്ക് ആസിഡും വീക്ക് ബേസും കൂടി ചേർന്നിട്ടാണ്. NH4 എന്ന് പറയുന്നത് NH3 അമോണിയ വീക്ക് ആണ്. CH3COH അസിറ്റിക് ആസിഡും വീക്ക് ആണ്. അത് രണ്ടും വീക്ക് ആയതുകൊണ്ട് അത് ന്യൂട്രൽ സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 7-ൽ താഴെ വരുന്നത്, pH മൂല്യം 7-ൽ താഴെ വരുന്നത് അസിഡിക് സോൾട്ട് ആണ്. NH4Cl ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഏതൊക്കെയാണ് അസിഡിക് സോൾട്ട്, ഏതൊക്കെയാണ് ബേസിക് സോൾട്ട് എന്ന് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2025-ലെ രസതന്ത്ര നൊബേൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ഓപ്ഷൻ എ നോൺ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്, ബി മെറ്റാലിക് സംയുക്തം, സി മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്, ഡി ഓർഗാനിക് സംയുക്തം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കിനാണ് 2025-ലെ രസതന്ത്ര നൊബേൽ പ്രൈസ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ 2025-ലെ രസതന്ത്ര നൊബേൽ പ്രൈസ് 3 പേരാണ് പങ്കിട്ടെടുത്തത്. സുസുമു കിറ്റഗാവ ഫ്രം ജപ്പാൻ, ജപ്പാനിലുള്ള സുസുമു കിറ്റഗാവ. ഇനി റിച്ചാർഡ് റോബ്സൺ ഫ്രം ഓസ്ട്രേലിയ, ഓസ്ട്രേലിയയിലുള്ള റിച്ചാർഡ് റോബ്സൺ. USA-യിലുള്ള ഒമർ എം യാഗി എന്നിവരാണ് ഈ ഒരു നൊബേൽ പ്രൈസ് പങ്കിട്ടെടുത്തിട്ടുള്ളത്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കിന് നൊബേൽ പ്രൈസ് 3 പേരാണ്. സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി എന്നിവരാണ് നൊബേൽ പ്രൈസ് നേടിയിട്ടുള്ളത്. 2025-ലെ നൊബേൽ പ്രൈസ്. നമുക്കറിയാം നൊബേൽ പ്രൈസ് കൃത്യമായിട്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. എന്തായാലും എല്ലാ നൊബേൽ പ്രൈസസും കിട്ടിയ ജേതാക്കളെയും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള ടൈപ്സ് ക്വസ്റ്റ്യൻസ് +2 ലെവൽ എക്സാംസ് ആണെങ്കിൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇനി നമുക്ക് മുന്നിൽ വരാൻ പോകുന്ന എക്സാംസ് CPO, വുമൺസ് CPO എക്സാംസ് ഒക്കെ വരാൻ പോവാണ്. അപ്പൊ ഇതുപോലുള്ള സിലബസ് അനുസരിച്ച് കൃത്യമായ ക്ലാസ്സസോട് കൂടിയിട്ടുള്ള പഠനം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡെയിലി ലൈവ് ക്ലാസ്സസോട് കൂടിയും അതേപോലെ റെക്കോർഡഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സും അതുകൂടാതെ ലൈവ് ക്ലാസ്സും അങ്ങനെ ആവശ്യമുള്ള ടോപ്പിക്സ് ഒക്കെ വെച്ച് എല്ലാ ടോപ്പിക്സും ഉൾപ്പെടുത്തിയിട്ടാണ് ഇവിടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ക്ലാസ്സസ് ആവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ വുമൺസ് CPO എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് കോമ്പറ്റീവ് ക്രാക്കർ ആണ്. അപ്പൊ ഇവിടത്തേക്ക് ജോയിൻ ചെയ്യാം. ചെയ്താൽ ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, സ്പെഷ്യൽ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സസ് ഉണ്ടാവും, വീക്ക്ലി എക്സാംസ്, എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ്, സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം, PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ കൃത്യമായ എല്ലാ ദിവസവും എല്ലാ ലൈവ് ക്ലാസ്സോട് കൂടിയുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്